നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഴുത്തറയുള്ള ഒരു വാവുബലി എക്സിബിഷൻ കാണാൻ പോയ കുറച്ച് കാഴ്ചകളാണ്. ഈ വാവുബലി എക്സിബിഷൻ അതിൻ്റെ ഒരു എന്താ പറയുക 100 കൊല്ലം മുന്നേ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യണു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് ഞാൻ അമ്മ പറഞ്ഞാണ് അറിഞ്ഞത്. ഈ 100 കൊല്ലം മുന്നേ ഉണ്ടെന്ന്. കാരണം താമ്രവർണി നദിക്കരയിൽ ബലിയിടാൻ വരുന്നവർക്കായി അവിടുത്തെ ആ കുഴുത്തറയുള്ള ആൾക്കാർ അവരവരുടെ സ്വന്തം കരകൗശല കാര്യങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നു. അതെന്താ പറയുക, പനയോല കൊണ്ടുള്ള സാധനങ്ങൾ, മൺപാത്രങ്ങൾ, അവരുടെ ചെടികൾ, അങ്ങനെ ഈ വാഴത്തൈ, തെങ്ങിൻ്റെ തൈ, അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഭയങ്കര, ഇപ്പം നമുക്ക് ഈ കാഴ്ചയിൽ തന്നെ കാണാൻ പറ്റും. പാനിപൂരി, ജിലേബി, ചെടികൾ, കുപ്പിവളകൾ, അങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ 2 ദിവസത്തെ ആയിരുന്നു ഈ വിൽപ്പന. പക്ഷേ ഇന്ന് അവിടുത്തെ ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞു വെച്ചാൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനാണിത്. അപ്പോൾ ഞാനും അമ്മയും എൻ്റെ ഫ്രണ്ട് രശ്മിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടെയാണ് പോയത്. ഇന്ന് കുറേ ചെടികളും പൂക്കളും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 100 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും അവരത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അമ്മയ്ക്കൊക്കെ. കാരണം ഇപ്പോഴും ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷണാർത്ഥത്തിൽ പോയതാണ്. നമ്മൾ വാവുബലിയുടെ ദിവസം തന്നെ അന്ന് വൈകിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ നല്ല ജനങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു. കൂടുതലും ചെടികളാണ് കേട്ടോ അവിടെ. നല്ല ലാഭത്തിനുള്ള റോസിൻ്റെ, മുല്ല, പിച്ചിയുടെ ഒക്കെ തൈകൾ നമുക്കവിടെ മേടിക്കാൻ കിട്ടിയായിരുന്നു. പിന്നെ നല്ല ഹോട്ട് ജിലേബീസ് ഉണ്ട്, ലഡ്ഡു ഉണ്ട്, പിന്നെ പാനിപൂരി, അതിനൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഈ എന്താ പറയുക, ആറ്റുകാൽ ഉത്സവത്തിലും കനകക്കുന്നിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഈ തടി കൊണ്ടുള്ള ചീപ്പൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാം പ്ലാസ്റ്റിക്കാണ്. പിന്നെ നല്ല എന്താ പറയുക, സാരിയിലൂടെയൊക്കെ ഇടാൻ പറ്റിയ മാല, കമ്മൽ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നപ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് ജിലേബി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇങ്ങനെ അവർ ഇങ്ങനെ ചൂടെണ്ണയിലാണ് അവരിത് ഒഴിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ മരണക്കിണർ, അങ്ങനത്തെ കുറേ ഈ ജൈൻ വീലിൻ്റെയൊക്കെ സംഭവങ്ങളുണ്ട്. അതെടുക്കേണ്ട ടിക്കറ്റിൻ്റെ തിരക്കാണ്. ഇതൊരു വെറൈറ്റി ഗുലിക സർബത്താണ് കേട്ടോ. ഇവർ ഈ സർബത്ത് ഉണ്ടാക്കുന്ന ഭയങ്കര താളത്തിലാണ്, കൊട്ടൊക്കെ കൊട്ടിയിട്ടാണ്. അത് കാരണം ഒത്തിരി ആൾക്കാർ, നല്ല മാർക്കറ്റിംഗ് ആണ് കേട്ടോ. ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു അവരുടെ ഷോപ്പിൻ്റെ മുമ്പിൽ, അവരുടെ ആ സ്റ്റാളിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ എന്തേലും പിന്നെ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പൈനാപ്പിളാണ് ഞാൻ മേടിച്ചത്. അപ്പോഴേ അവർ കൊട്ടിയൊക്കെ തുടങ്ങിയായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കൂ. കണ്ടോ, ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് എറിയും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അതിൽ ഈ പൈനാപ്പിളിൽ തന്നെ പിന്നെ എന്താ പറയുക, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്ന് വെറൈറ്റി സംഭവമായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ കുഞ്ഞു ഷോപ്പിംഗ്, ഏതെടുത്താലും 20 രൂപ. അതിൻ്റെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. അങ്ങനെ ലാസ്റ്റ് കുറേ ലഡ്ഡുവും വാങ്ങി കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. സോ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.